Good morning, students. Welcome to today's class. Today we are studying about lattice structure of an FIR filter. Okay. So, നമ്മൾ direct form structure, cascade form structure പഠിച്ചു. Then next, lattice structure of FIR filter. Okay, FIR filter ഏറ്റവും important ആയിട്ടുള്ള structure lattice structure ആണ്. Okay. So, let us consider a FIR filter with system function h of z is equal to am of z, which is equal to m of z എന്ന് പറയാൻ കാരണം എമ്മിന്റെ ടേംസിലാണ് ഇത് വരുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 ടു എം ആൽഫ എം ഓഫ് കെ z raised to minus k. Okay, so this is 1 plus sigma k equal to 1 to m alpha m of k z raised to minus k where m is greater than or equal to 1. m ന്റെ വാല്യൂ 1 ന്റെ മുകളിലാവും. Okay, so this is the equation, that is 1 plus sigma k equal to 1 to m alpha m of k z raised to minus k. Now h of z നമുക്ക് split ചെയ്യുമ്പോൾ we have y of z by x of z. Then y of z is equal to x of z into this term, that is 1 plus sigma k equal to 1 to m alpha m of k z raised to minus k. Okay, taking the inverse z transform on both sides, we get y of z ന് പകരം we get y of n inverse z transform എടുക്കുമ്പോൾ ആൻഡ് ഓൾസോ എക്സ് ഓഫ് സെഡ് ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്തു, ദാറ്റ് ഈസ് ഈ വണ്ണിന്റെ കൂടെയും അതുപോലെ തന്നെ ഈ ഒരു ടേമിന്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കാണുമ്പോൾ വി ഗെറ്റ് സോ എക്സ് ഓഫ് സെഡ് ഇൻറ്റു 1, സോ എക്സ് ഓഫ് സെഡ് ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ പ്ലസ് sigma k equal to 1 to m alpha m of k into x of n into z raised to minus k. We will get x of n minus k, right? നമ്മൾ ഇതുവരെ ചെയ്തത് that is x of z into z raised to minus k ന്റെ inverse z transform എടുത്താൽ we get x of n minus k. Okay, so ഈ ഒരു ടേം നമുക്ക് കിട്ടി, right? Then next നമുക്ക് റോൾ ഓഫ് ഇന്റർചേഞ്ചിങ് ദ റോൾ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇവിടെ ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിന്റെ റോൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദാറ്റ് ഇസ് വൈ വിൽ ബിക്കം എക്സ് ആൻഡ് എക്സ് വിൽ ബിക്കം വൈ. സോ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൈ ഓഫ് എൻ പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ആൽഫ എം ഓഫ് കെ ഇൻറ്റു ദിസ് എക്സ് ഓഫ് എൻ മൈനസ് കെ വിൽ ബിക്കം വൈ ഓഫ് എൻ മൈനസ് കെ. ഓക്കെ, സോ ആൻഡ് ആൾസോ ദിസ് എക്സ് ഓഫ് എൻ വിൽ ബിക്കം വൈ ഓഫ് എൻ ആൻഡ് ദിസ് വൈ ഓഫ് എൻ വിൽ ബിക്കം എക്സ് ഓഫ് എൻ. ഓക്കെ, അത് രണ്ട് ഇന്റർചേഞ്ച് ചെയ്തു, റൈറ്റ്? അപ്പോൾ ഈ ഒരു ഫോമാറ്റ് നമുക്ക് ഓൾ പോൾ ഫിൽറ്ററിന്റെ ഇൻപുട്ട് അതുപോലെ തന്നെ ഓൾ സീറോ ഫിൽറ്ററിന്റെ ഇൻപുട്ട് നമുക്ക് നോക്കാം. ഓൾ പോൾ ഫിൽറ്ററിന്റെ ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട് എക്സ് ഓഫ് എൻ, ഓക്കെ, എക്സ് ഓഫ് എന്നും വൈ ഓഫ് എൻ, ഇൻപുട്ട് എക്സ് ഓഫ് എന്നും ഔട്ട്പുട്ട് വൈ ഓഫ് എന്നും ഓൾ പോൾസ് ആണെങ്കിൽ, ഓൾ പോൾ ഫിൽറ്റർ ആണെങ്കിൽ എക്സ് ഓഫ് എൻ വിൽ ബിക്കം എഫ് എൻ ഓഫ് എൻ ആൻഡ് വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് സീറോ ഓഫ് എൻ. അങ്ങനെയാണ് കിട്ടുന്നത്. എക്സ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഈ റിട്ടേൺ ചെയ്തത് എക്സ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് കിട്ടുക, ദാറ്റ് ഇസ് വൈ എൻ ഓഫ് എൻ. വൈ ഓഫ് എൻ എന്ന് പറയുമ്പോൾ എഫ് സീറോ ഓഫ് എൻ ആണ് കിട്ടുക. ഓക്കെ, റൈറ്റ്. ദ നെക്സ്റ്റ് ഓൾ സീറോ എഫ് ഐ ആർ ഫിൽറ്ററിലാണെങ്കിലും ഒരു ഓൾ സീറോ എഫ് ഐ ആർ ഫിൽറ്റേഴ്സ് നമ്മൾ അധികം കൺസിഡർ ചെയ്യുന്നത്. സോ ഓൾ പോൾ എഫ് ഐ ആർ ഫിൽറ്ററിന് ഈ ഒരു കേസ് വരും. ഓൾ സീറോ എഫ് ഐ ആർ ഫിൽറ്റർ ഫോർ ഓർഡർ എം മൈനസ് 1 ഇൻപുട്ട് ആണ് ഉള്ളതെങ്കിൽ വി ഹാവ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് എന്നിന് നമ്മൾ എഫ് സീറോ ഓഫ് എന്നും അതുപോലെ തന്നെ ഔട്ട്പുട്ട് വൈ ഓഫ് എന്ന് പറയുമ്പോൾ എഫിൻ്റെ ടേമിൽ തന്നെയാണ് വരിക, ദാറ്റ് ഈസ് എഫ് എം മൈനസ് 1 ആണ് വരിക. സോ നമ്മൾ ലാറ്റിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇൻപുട്ടിനെ നമ്മൾ എക്സ് ഓഫ് എൻ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ചെയ്യുന്നത്, അതായത് എഫ് സീറോ ഓഫ് എന്നിന് ജി സീറോ ഓഫ് എൻ ആയിട്ട്. ആൻഡ് എഫ് സീറോ ഓഫ് എക്സ് ഓഫ് എന്ന് പറയുന്ന ഇൻപുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് സീറോ ഓഫ് എൻ എന്നാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ എക്സ് ഓഫ് എന്നിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എഫ് എം മൈനസ് 1 ഓഫ് എൻ ആണ്, റൈറ്റ്? സോ ഇതാണ് നമ്മൾ ലാറ്റിസ് സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്നത്. സോ എക്സ് ഓഫ് എന്നിൻ്റെ ഇൻപുട്ട് എഫ് സീറോ ഓഫ് എന്നും വൈ ഓഫ് എൻ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എം മൈനസ് 1 എൻ ആണ് കിട്ടുക, റൈറ്റ്? സോ ഫോർ എം ഈക്വൽ ടു 1, ഇക്വേഷൻ 6.168, ദാറ്റ് ഈസ് this equation for m equal to 1, m in the value 1 ആവുമ്പോൾ equation will become y of n is equal to x of n plus m equal to 1 ആണ്. സോ k equal to 1 വാല്യൂ ആണ് വരുന്നത്. സോ ഈ സമ്മേഷൻ ഉണ്ടാവില്ല, എമ്മിൻ്റെ വാല്യൂ 1 എടുക്കുക, ആൽഫ 1 ഓഫ് k ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് കെ, റൈറ്റ്? അങ്ങനെയാണ് വരുന്നത്. സോ y of n is equal to x of n plus ആൽഫ 1 ഓഫ് k equal to m equal to 1 ആണ്. സോ ആൽഫ 1 ഓഫ് 1 എക്സ് ഓഫ് എൻ മൈനസ് 1, എം ഈക്വൽ ടു 1 ആവുമ്പോൾ കെൻ്റെ വാല്യൂ 1 ആവും, എമ്മിൻ്റെ വാല്യൂ 1 ആവും. സോ എക്സ് ഓഫ് എൻ ഈക്വൽ ടു ആൽഫ 1 ഓഫ് 1 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1 ആണ് കേട്ടോ. കെൻ്റെ വാല്യൂ ഈക്വൽ ടു എമ്മിൻ്റെ വാല്യൂ ഈക്വൽ ടു 1. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ.
This output also be obtained from a single stage lattice filter shown in figure 6.79. Okay. ഈ 6.79 എന്നുള്ള ഈ ഫിഗറിന്റെ രീതിയിൽ നമുക്ക് ഈ ഔട്ട്പുട്ടിനെ കാണാം. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു ഇൻപുട്ട് എന്തായിരുന്നു, എക്സ് ഓഫ് എൻ്റെ ഇൻപുട്ട് F0 ആയിരുന്നു, ഔട്ട്പുട്ട് FM-1 വരുന്നത്. സോ M-1 എന്ന് പറയുന്നത് M=1 ആയതുകൊണ്ട് വി ഹാവ് ഔട്ട്പുട്ട് ഈസ് F1 ദാറ്റ് ഈസ് ഈക്വൽ ടു YF. റൈറ്റ്. എക്സ് ഓഫ് എൻ എന്തായിരുന്നു, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു F0. സോ എക്സ് ഓഫ് എൻ്റെ ഇൻപുട്ട് വരുന്നത് F0. ആൾസോ y of n എന്ന് പറയുന്നത് എന്തായിരുന്നു, FM-1 ആയിരുന്നു. സോ വി ഹാവ് y of n ഇസ് ഈക്വൽ ടു F1. ഇങ്ങനെയാണ് ലാറ്റിസ് സ്ട്രക്ചറിനെ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, സിംഗിൾ ഓൾ സീറോ ലാറ്റിസ് ഫിൽറ്റർ. ഓക്കെ, ഓൾ സീറോ ലാറ്റിസ് ഫിൽറ്ററിന്റെ ഈ ഒരു രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ എക്സ് ഓഫ് എൻ എന്നുള്ള ഇൻപുട്ട് വരും. സോ ഇവിടെ F0 അതുപോലെ തന്നെ G0 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യും. ഇവിടെ ഒരു കോൺസ്റ്റന്റേ ഉള്ളൂ, ദാറ്റ് ഈസ് K1. ഫോർ M=1 ആൽഫ 1 ഉള്ളൂ. സോ ആൽഫ 1 നമ്മൾ K1 എന്ന് കൊടുക്കും, ആൽഫ 2 K2 എന്ന് കൊടുക്കും, ആൽഫ 3 K3 എന്ന് കൊടുക്കും, ആൽഫ 4 അതായത് M=K സെയിം വാല്യൂ ആണെങ്കിൽ അതിനെ നമുക്ക് K1 K2 K3 എന്ന ഈ ഒരു ലാറ്റിസ് ഫിൽറ്ററിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടാണ് അതിനെടുക്കുന്നത്. സോ ഹിയർ M=1 ആകുമ്പോൾ ആൽഫ 1 ഇസ് ഈക്വൽ ടു K1. റൈറ്റ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ഫിഗർ ആണിത്. സോ എക്സ് ഓഫ് എൻ നമ്മൾ F0 ആൻഡ് G0 ആയിട്ട് കൊടുത്തു. F0 നമ്മൾ ഒരു കോൺസ്റ്റന്റ് K1 ഉള്ളൂ, ആ K1 ആഡ് ചെയ്തു. ഈ ഒരു ബ്രാഞ്ചിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ Z ഇൻവേഴ്സ് വരുന്നുണ്ട്. കാരണം ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം, ജസ്റ്റ് സീ ദിസ് ഇക്വേഷൻ. സോ എക്സ് ഓഫ് എൻ എന്നുള്ളത് ആ ഒരു ടേം മാത്രമേ ഉള്ളൂ. റൈറ്റ്. സോ y of n കൂടെയാണ് എന്ത് വരുന്നത്, y(n-k) എന്ന് വരുന്നത്. സോ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ y(n) പ്ലസ് ഈ y(n-k) എന്ന് വരുന്നുണ്ട്, ആൽഫ M(k) കോൺസ്റ്റന്റിന്റെ കൂടെ. സോ n-k എന്ന് വരുമ്പോൾ Z ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ F0 ആണെങ്കിൽ ഈ Z ഇൻവേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് G0 എന്ന് കൊടുക്കാം. സോ എക്സ് ഓഫ് എൻ F0 അതുപോലെ തന്നെ Z ഇൻവേഴ്സിന്റെ ഈ ഒരു ബ്രാഞ്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ G0 ആയിരിക്കും, Z ഇൻവേഴ്സിന്റെ റൈറ്റ് സൈഡിൽ G0(n-1) ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് G0(n-1) ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് സെയിം K വാല്യൂ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ സമ്മിന് ഇപ്പുറത്ത് കിട്ടുന്ന G1(n). വേറെ ഒരു ഇവിടെ ഒരു Z ഇൻവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക G1(n-1). ഓക്കെ, സോ ഇവിടെ വരുന്നത് G1(n), അപ്പൊ ഇവിടെ വരുന്നത് F1. ഈ പ്ലസിന് ശേഷം വരുന്നത് 1ന്റെ ടേം ആയിരിക്കും. ഇവിടെ F0 G0, ഇവിടെ Z ഇൻവേഴ്സ് K1 കോൺസ്റ്റന്റ്. സോ ഈ സമ്മിന് ശേഷം F1, ഇവിടെ M=1 ആയതുകൊണ്ട് F1 which is equal to Y of n. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് G1 കിട്ടും. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് വരും, ഇവിടെ Z ഇൻവേഴ്സ് വരും. വീണ്ടും M=2 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്, ഇതൊരു സ്റ്റേജ് ആണ്. M=2 ആണെങ്കിൽ Z ഇൻവേഴ്സ് വരും. ഇതിന്റെ ഔട്ട്പുട്ട് G1(n-1) ആയിരിക്കും. അങ്ങനെ ജസ്റ്റ് വീണ്ടും K2 എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. അങ്ങനെ അത് ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇതാണ് ലാറ്റിസ് സ്ട്രക്ചർ. റൈറ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഓഫ് എന്നിനെ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം F0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു G0. റൈറ്റ്. എക്സ് ഓഫ് എൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് F0 G0 ആക്കി എഴുതി. ദെൻ നെക്സ്റ്റ് Y of n ഇസ് ഈക്വൽ ടു F1 നമ്മൾ ഓൾറെഡി പറഞ്ഞു Y of n എന്ന് പറയുമ്പോൾ F1 ആണ്. സോ ദിസ് Y of n ഇസ് ഈക്വൽ ടു F0 പ്ലസ് K1 ഇൻറ്റു G0(n-1). സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. x of n plus alpha 1 x of n-1. So finally we get x of n plus alpha 1 of 1 എന്ന് പറയുമ്പോൾ K1 x of n-1 ആ ഒരു ഫോമാറ്റിലോട്ട് കിട്ടും y of n. റൈറ്റ്. സോ ഇതാണ് ഒരു സിമ്പിൾ ലാറ്റിസ് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് M=1ന്റെ കേസാണ്. ഇനി ഇതാണ് സിംഗിൾ സ്റ്റേജ് ലാറ്റിസ് സ്ട്രക്ചർ. ഓക്കെ, സിംഗിൾ സ്റ്റേജ് M=1. ദെൻ M=2 വരുന്ന ലാറ്റിസ് സ്ട്രക്ചർ ആണിത്. ഓക്കെ, 2 സ്റ്റേജ് ഓൾ സീറോ ലാറ്റിസ് ഫിൽറ്റർ ആണിത്. 2 സ്റ്റേജ് ഓൾ സീറോന്റെ കേസാണ് പറയുന്നത്, ഓൾ സീറോ ലാറ്റിസ് സ്ട്രക്ചർ. സോ അതിനെ പോലെ തന്നെ ഫസ്റ്റ് എക്സ് ഓഫ് എൻ വരും, ഇവിടെ ബ്രാഞ്ച് F0 ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ബ്രാഞ്ച് G0 ഉണ്ടാവും. ഈ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന കോൺസ്റ്റന്റ് ആണ് K1, ഇത് സം ചെയ്യുന്നു, ഇവിടെ സം ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടും F1, ഇതിന്റെ ഔട്ട്പുട്ട് G1. പക്ഷെ ഇവിടെ G0(n)ൽ നമ്മൾ ഒരു ഡിലേ എലമെന്റ് കൊടുക്കുന്നു. ഓക്കെ, Z ഇൻവേഴ്സ്. സോ ഒരു ഡിലേ എലമെന്റ് കൊടുക്കുമ്പോൾ വി ഗെറ്റ് G0(n-1) കിട്ടും. ഈ ഡിലേ എലമെന്റ് കൂടിയിട്ടുള്ളതാണ് നമ്മൾ K1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുന്നത്. സോ വി ഗെറ്റ് G1(n) ആൻഡ് F1(n)
and g1 of n. ഇതാണ് ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ f1 of n ഈക്വൽ ടു y എന്ന് കൊടുക്കാം. സോ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് കോൺസ്റ്റന്റ് k2 വരുന്നുണ്ട്. സോ f1 of n കൂടെ k2 മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ചെയ്തു. ആൻഡ് ഓൾസോ g1 of n കൂടെ ഡിലേ കൊടുത്തതിന് ശേഷം g1 of n - 1 കിട്ടും ഒരു ഡിലേ കൊടുത്താൽ. എന്നിട്ട് k2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. സോ 2 സ്റ്റേജ് ആയി. ദിസ് ഇസ് k1 ഫസ്റ്റ് സ്റ്റേജ്, k2 സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഇവിടെ വരുന്നത് ഔട്ട്പുട്ട് വരുന്നത് f2 of n ആണ്. സോ f2 of n ഈക്വൽ ടു y of n. ഇവിടെ g2 of n ഈക്വൽ ടു ഇവിടെ വരുന്നത് g2 of n ആണ്. സോ 2 സ്റ്റേജസ് ആയി. സോ ദിസ് ഇസ് 2 സ്റ്റേജ് ഓൾ സീറോ ലാറ്റിസ് ഫിൽട്ടർ. ഓക്കെ, അങ്ങനെ സ്റ്റേജസ് കൂടി വി ഹാവ് m-1 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, സോ ഫോർ m-1 സ്റ്റേജ് വി ഹാവ് 2 സ്റ്റേജ് എന്ന് ആവുമ്പോൾ നമുക്ക് 2 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. f2 of n ഇവിടെ കിട്ടും, അതുപോലെ തന്നെ g2 of n ഇവിടെ കിട്ടും. ഓക്കെ, ഇനി m-1 സ്റ്റേജ് ആണെങ്കിൽ വി ഗെറ്റ് m-1 സ്റ്റേജ് ആകുമ്പോൾ നോർമലി x of n, f0 of n, g0 of n അതിന് ഡിലേ കൊടുക്കുമ്പോൾ g0 of n - 1 k1 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, f1 കിട്ടി, g1 കിട്ടി. വീണ്ടും z ഇൻവേഴ്സ് എടുക്കും, g1 n - 1 k2 സെക്കൻഡ് സ്റ്റേജ് കിട്ടി, എക്സെട്ര പ്ലസ് നമുക്ക് എത്ര സ്റ്റേജ് വേണം, m-1 സ്റ്റേജ് വേണം. ഓക്കെ, ദെൻ m-1 സ്റ്റേജ് കിട്ടി. ദിസ് ഇസ് m-1. സോ ഫസ്റ്റ് ഒരു സ്റ്റേജ് ആണെങ്കിൽ ഒരു k1 ഉണ്ടാവുള്ളൂ, 2 സ്റ്റേജ് ആണെങ്കിൽ k2 ഉണ്ടാവും, m-1 സ്റ്റേജ് ആണെങ്കിൽ km-1 ഉണ്ടാവും. ഇത് ആഡ് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് fm-1 എന്നും അതുപോലെ തന്നെ gm-1 of n വരും. സോ fm-1 ഈക്വൽ ടു y of n ആണ്. സോ ദിസ് ഇസ് ദ ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് ഓൾ സീറോ ലാറ്റിസ് ഫിൽട്ടർ. ഓക്കെ, ഇതാണ് ലാറ്റിസ് സ്ട്രക്ചർ വരുന്നത്. റൈറ്റ്. ആൻഡ് ഓൾസോ ഇനി നമുക്ക് ലാറ്റിസ് സ്ട്രക്ചറിൽ നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ ഒരു പ്രോബ്ലം ചെയ്യാം. ബിഫോർ ദാറ്റ് നമുക്ക് ലാറ്റിസ് സ്ട്രക്ചറിൽ ഓക്കെ ഓരോന്ന് എങ്ങനെ കാണുന്ന അറിയാം. ആൽഫ എം ഓഫ് 0, എമ്മിൻ്റെ വാല്യൂ എന്തും ആവട്ടെ, പക്ഷെ 0 എന്നാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ആൽഫ എം ഓഫ് 0 ഇസ് ഈക്വൽ ടു 1. സോ ഈ 3 ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് ഫിൽട്ടർ കോഎഫിഷ്യൻസ് കാണാൻ പറ്റും. റൈറ്റ്. സോ ഫസ്റ്റ് ഇക്വേഷൻ ആൽഫ എം സ്റ്റേജ് ഏത് സ്റ്റേജ് ആയിക്കോട്ടെ, ആൽഫ എം ഓഫ് 0 വിൽ ആൾവേസ് ബി ഈക്വൽ ടു 1. ദെൻ ആൽഫ എം ഓഫ് എം ഈക്വൽ ടു കെ എം. ഓൾറെഡി പറഞ്ഞു ആൽഫ 1 of 1 എന്ന് പറയുമ്പോൾ ആൽഫ എം ഓഫ് കെ എന്നാണ്. ഓക്കെ, ആൽഫ എം ഓഫ് കെ ആണ് വരുന്നത്. സോ കെ ഈക്വൽ ടു എം ആണ് കേസ്. ദാറ്റ് ഈസ് ആൽഫ 1 of 1, ആൽഫ 2 of 2, ആൽഫ 3 of 3 എന്നൊക്കെ പറഞ്ഞാൽ കെ എം ആണ്. ദാറ്റ് ഈസ് ആൽഫ എം ഓഫ് എം ഈക്വൽ ടു കെ എം. ദെൻ നെക്സ്റ്റ് ആൽഫ എം ഓഫ് കെ ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ ആണ്, ആൽഫ എം ഓഫ് കെ കാണാനുള്ള ഇക്വേഷൻ ആണ് ആൽഫ m-1 of k. എം ഓഫ് കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പത്തെ ടേം ദാറ്റ് ഈസ് ആൽഫ m-1 of k പ്ലസ് ആൽഫ എം ഓഫ് എം ഇൻറ്റു ആൽഫ m-1 of m-k. സോ ഈ 3 ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് ഫിൽട്ടർ കോഎഫിഷ്യൻസ് കാണാം. Okay, so moving to the first problem, we have consider an FIR lattice filter with coefficient k1 equal to 1/2, k2 equal to 1/3 and k3 equal to 1/4. Determine the FIR filter coefficient for the direct form structure. Right, filter coefficients കാണാം. So filter coefficients കാണുന്ന നമ്മൾ k1 k2 k3 തന്നിട്ടുണ്ട്. 3 വാല്യൂസ് k1 k2 k3 തരുമ്പോൾ ഇവിടെ ഏത് സ്റ്റേജ് ആണ്, m ഈക്വൽ ടു എത്രയാവും, 3 സ്റ്റേജ് ആണ് വരുന്നത്. കാരണം k1 കോൺസ്റ്റന്റ് ഉണ്ട്, k2 കോൺസ്റ്റന്റ് ഉണ്ട്, k3 കോൺസ്റ്റന്റ്. അപ്പോൾ 3 കോൺസ്റ്റന്റ് നമുക്ക് തന്നതുകൊണ്ട് ദിസ് ഈസ് എ 3 സ്റ്റേജ് ഫിൽട്ടർ. സോ 3 സ്റ്റേജ് ആയതുകൊണ്ട് m ഈക്വൽ ടു 3 ആണ് വരുന്നത്. സോ m ഈക്വൽ ടു 3 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണേണ്ട വാല്യൂ, എമ്മിൻ്റെ പല വാല്യൂസ് ആണ് കാണേണ്ടത്. m ഈക്വൽ ടു 3 ആകുമ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ട വാല്യൂ ആൽഫന്റെ കോഎഫിഷ്യൻസ് കാണാനല്ലേ. സോ ആൽഫ 3ന്റെ ടേമാണ് കണ്ടത്. സോ ആൽഫ 3 of 0, ആൽഫ 3 of 1, ആൽഫ 3 of 2, ആൽഫ 3 of 3 ഇത്രയാണ് നമുക്ക് കാണാനുള്ളത്. റൈറ്റ്. സോ നമുക്ക് എമ്മിൻ്റെ വാല്യൂ തന്നാൽ ആ ഫിൽട്ടർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. സോ ആൽഫ ഫിൽട്ടർ കോഎഫിഷ്യൻ്റ് ആൽഫ എം ഓഫ് കെ ആണ്. സോ കെ ടേക്സ് വാല്യൂ 0 to 3. 0 to 3 ആണ് കെ എടുക്കുന്ന വാല്യൂസ്. സോ k1 k2 k3 നമുക്ക് തന്നിട്ടുണ്ട്. കെ ടേക്സ് വാല്യൂ 0 to 3. സോ ആൽഫ എം ഓഫ് കെ ആണ് നമുക്ക്, അതായത് കോഎഫിഷ്യൻസ് ഒക്കെ കണ്ടത്, ദാറ്റ് ഈസ് ആൽഫ എം ഓഫ് കെ. സോ വി ഹാവ് എം ഈക്വൽ ടു എം ഈക്വൽ ടു 3, കെ ടേക്സ് വാല്യൂ 0 to 3. കാരണം കെ ഈക്വൽ ടു k1 k2 k3 വരെ തന്നിട്ടുണ്ട്. സോ കെ ടേക്സ് വാല്യൂ 0 to 3. അപ്പോൾ നമുക്ക് വേണ്ട കോഎഫിഷ്യൻസ് ആണ് ആൽഫ എം ഓഫ് കെ എന്നുള്ളത് ആൽഫ 3 of 0, ആൽഫ 3 of 1, ആൽഫ 3 of 2, ആൽഫ 3 of 3. ഇത്രയും കോഎഫിഷ്യൻസ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ആൻഡ് ഓൾസോ
ആൽഫ 3 ഓഫ് 3 നമ്മൾ ഓൾറെഡി ആൽഫ 3 ഓഫ് 0 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 0 അതായത് എം ഏത് വാല്യൂ ആണെങ്കിൽ ആൽഫ എം ഓഫ് 0 ഇസ് ആൾവേസ് ബി 1. സോ ആൽഫ 3 ഓഫ് 0 ഇസ് 1. അത് നമുക്ക് കിട്ടി. ഇനി ആൽഫ 3 ഓഫ് 1ഉം ആൽഫ 3 ഓഫ് 2ഉം കാണാണ്ട്. റൈറ്റ്, ആൽഫ 3 ഓഫ് 3. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള കോഎഫിഷ്യൻസ് K1 K2 K3. സോ K1 എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ 1 ഓഫ് 1. റൈറ്റ്. സോ ആൽഫ 1 ഓഫ് 1 ഈക്വൽ ടു K1 ഈക്വൽ ടു 1/2. ഓക്കെ, ആൽഫ എം ഓഫ് എം എന്ന് പറഞ്ഞാൽ km ആണ്. സോ ആൽഫ 1 ഓഫ് 1 ഈക്വൽ ടു K1. ആൽഫ 2 ഓഫ് 2 ഇസ് ഈക്വൽ ടു K2. സോ ആൽഫ 2 ഓഫ് 2 ഈക്വൽ ടു K2, ദാറ്റ് ഈസ് 1/3. ആൽഫ 3 ഓഫ് 3 ഈക്വൽ ടു K3 വിച്ച് ഇസ് ഈക്വൽ ടു 1/4. ഓക്കെ, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ആൾസോ ആൽഫ 3 ഓഫ് 0 നമുക്കറിയാം 0 ആണ് അല്ലേ? ആൽഫ 1 ഓഫ് 0, ആൽഫ 2 ഓഫ് 0, ആൽഫ 3 ഓഫ് 3 0, ആൽഫ 4 ഓഫ് 0, k ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എല്ലാ ഫിൽറ്റർ വാല്യൂവിൻ്റെ കോഎഫിഷ്യൻസ് 1 ആണ്. നമുക്ക് കാണേണ്ടത് ആൽഫ എം ഓഫ് കെ ആണ്. k takes values from 0 to 3. So we have to find alpha 3 of 0, alpha 3 of 1, alpha 3 of 2, alpha 3 of 3. Alpha 3 of 3 നമ്മുടെ കയ്യിലുണ്ട്, ദാറ്റ് ഈസ് K3. Alpha 3 of 0 ഉണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് alpha 3 of 1. റൈറ്റ്. സോ ആൽഫ ഈ ഒരു ഇക്വേഷൻ, ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ. ആൽഫ എം ഓഫ് കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണണം? ആൽഫ 3 ഓഫ് 1 കാണണം അല്ലേ? ആൽഫ 3 ഓഫ് 0 ഉണ്ട്. ഇനി ആൽഫ 3 ഓഫ് 1ഉം ആൽഫ 3 ഓഫ് 2 കാണാം. സോ ആൽഫ 3 ഓഫ് 1 കാണാം, ദാറ്റ് ഈസ് എം വാല്യൂ ഈക്വൽ ടു 3 ആൻഡ് കെ വാല്യൂ ഈക്വൽ ടു 1. സോ ആൽഫ 3 ഓഫ് 3 കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് ആൽഫ എം ഓഫ് കെ ഈക്വൽ ടു ആൽഫ എം മൈനസ് 1 കെ പ്ലസ് കെ എം ആൽഫ എം മൈനസ് 1 ഇൻറ്റു എം മൈനസ് കെ. റൈറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് ഫോർ ആൽഫ 3 ഓഫ് 1. സോ എം ഈക്വൽ ടു 3, കെ ഈക്വൽ ടു 1. ആൽഫ 3 ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇക്വേഷനിൽ ഇട്ട് നോക്കുമ്പോൾ വി ഗെറ്റ് ആൽഫ 3 ഓഫ് 1 ആണ്. സോ വി ആൽഫ 3 മൈനസ് 1 ബൈ 2, ആൽഫ 2 ഓഫ് 1 പ്ലസ് കെ 3 ആൽഫ 2 ഓഫ് 2. റൈറ്റ്, കണ്ടോ? ആൽഫ 2 ഓഫ് 1 ഇൻറ്റു K3 ഓർ ആൽഫ 3 ഓഫ് 3 ഇൻറ്റു ആൽഫ 2 ഓഫ് 2. അതാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 3യും കെൻ്റെ വാല്യൂ 1ഉം കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആൽഫ 2 ഓഫ് 1 പ്ലസ് ആൽഫ 3 ഓഫ് 3 പ്ലസ് ആൽഫ 2 ഓഫ് 2. ആൽഫ 2 ഓഫ് 2 നമുക്കറിയാം, ദാറ്റ് ഈസ് K2. ആൽഫ 3 ഓഫ് 3 എന്നറിയാം, ദാറ്റ് ഈസ് K3. ദെൻ വാട്ട് ഈസ് ആൽഫ 2 ഓഫ് 1? ആൽഫ 2 ഓഫ് 1 നമുക്ക് അറിയില്ല. സോ ആൽഫ 3 ഓഫ് 1 കാണാൻ നമുക്ക് എന്ത് കാണണം? ആദ്യം ആൽഫ 2 ഓഫ് 1 കാണണം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ആൽഫ 2 ഓഫ് 1 കാണാം ഈ ഇക്വേഷൻ എടുത്തിട്ട്. സോ ആൽഫ 2 ഓഫ് 1 എന്ന് പറയുമ്പോൾ എം ഈക്വൽ ടു 2 ആൻഡ് കെ ഈക്വൽ ടു 1. സോ ആ ഒരു ഇക്വേഷൻ കിട്ടാനും വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എം ഈക്വൽ ടു 2ഉം കെ ഈക്വൽ ടു 1 യൂസ് ചെയ്തിട്ട് ആൽഫ 2 ഓഫ് 1 കാണണം. സോ വെൻ എം ഈക്വൽ ടു 2, ആൽഫ 2 ഓഫ് 1 ഇസ് ഈക്വൽ ടു എം ഈക്വൽ ടു 2 ആണ്. സോ എം മൈനസ് 1, 2 മൈനസ് 1. സോ ആൽഫ 1 ഓഫ് 1 പ്ലസ് K2 ഇൻറ്റു ഓർ ആൽഫ 2 ഓഫ് 2 ഇൻറ്റു ആൽഫ 1 ഓഫ് 1. റൈറ്റ്, ഈ ഒരു ഇക്വേഷനിലോട്ട് കൊടുത്തു. കെ എന്ന് പറയാം, അല്ലെങ്കിൽ ആൽഫ 2 ഓഫ് 2, അല്ലെ ആൽഫ എം ഓഫ് എം എന്നും പറയാം. റൈറ്റ്. സോ നമുക്ക് ആൽഫ 2 ഓഫ് 1 കാണണം ഇൻ ഓർഡർ ടു ഫൈൻഡ് ആൽഫ 3 ഓഫ് 1. ആൽഫ 3 ഓഫ് 1 കാണാനെങ്കിൽ നമുക്ക് ആദ്യം ആൽഫ 2 ഓഫ് 1 കാണണം ആ ഇക്വേഷനിൽ. ഇവിടെ ആൽഫ 1 ഓഫ് 1 നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് 1/2 പ്ലസ് K2 എന്ന് പറയുമ്പോൾ ആൽഫ 2 ഓഫ് 2. ആൽഫ 2 ഓഫ് 2 പറഞ്ഞാൽ 1/3 ഇൻറ്റു ആൽഫ 1 ഓഫ് 1 എന്ന് പറയുമ്പോൾ 1/2. സോ 1/3 ഇൻറ്റു 1/2. സോ വി ഗെറ്റ് ദിസ് ഇസ് 1/6 and we get 3 plus 1/6, that is 2/3. So alpha 2 of 1 2/3 കിട്ടി. ഇനി നമുക്ക് ആൽഫ 3 ഓഫ് 1 കാണാം. ആൽഫ 3 ഓഫ് 1 കാണെങ്കിൽ ആൽഫ 2 ഓഫ് 1. സോ ആൽഫ 2 ഓഫ് 1 നമുക്ക് കിട്ടിയിട്ടുണ്ട് 2/3. സോ 2/3 പ്ലസ് ആൽഫ 3 ഓഫ് 3 നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് K3 1/4 ഇൻറ്റു ആൽഫ 2 ഓഫ് 2 നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് K2 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 1/12 വിച്ച് ഇസ് ഈക്വൽ ടു 3/4. ഓക്കെ, നമുക്ക് ആൽഫ 3 ഓഫ് 1 3/4 കിട്ടി. സോ ആൽഫ 3 ഓഫ് 1 കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ആൽഫ 3 ഓഫ് 2 കാണണം. ഓക്കെ, ആൽഫ 3 ഓഫ് 2 എന്ന് കാണണമെങ്കിൽ ഇവിടെ എം ഈക്വൽ ടു 2ഉം കെ ഈക്വൽ ടു ആൽഫ 3 ഓഫ് 2 ആണ്, സോറി, എം ഈക്വൽ ടു 3യും കെ ഈക്വൽ ടു 2 ആണ്. സോ ആൽഫ 3 ഓഫ് 2 ഇസ് ഈക്വൽ ടു ആ ഒരു ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ എം ഈക്വൽ ടു 3 ആയതുകൊണ്ട് ആൽഫ 2 ഓഫ് 2 പ്ലസ് ആൽഫ K2 ഇൻറ്റു ആൽഫ 2 ഓഫ് 1. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ആൽഫ 2 ഓഫ് 2 പ്ലസ് ആൽഫ 3 ഓഫ് 3 ഇൻറ്റു ആൽഫ 2 ഓഫ് 1. സോ ആൽഫ 3 ഓഫ് 2 ഇസ് ഈക്വൽ ടു ആൽഫ 2 ഓഫ് 2 പറയുമ്പോൾ K2, ദാറ്റ് ഈസ് 1/3 പ്ലസ് ആൽഫ 3 ഓഫ് 3 പറയുമ്പോൾ K3, ദാറ്റ് ഈസ് 1/4 ഇൻറ്റു ആൽഫ 2 ഓഫ് 1. ആൽഫ 2 ഓഫ് 1 നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് 2/3. 2/3 കൊടുത്തു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1/2.
സോ എല്ലാ വാല്യൂസും കിട്ടി. നമുക്ക് ഫിൽട്ടർ കോഎഫിഷ്യൻസ് കാണാൻ m equal to 3 ആയതുകൊണ്ട് alpha 3 of 0 1 ആണ്. alpha 3 of 1 that is 3/4. alpha 3 of 2 that is 1/2. alpha 3 of 3 that is given that is 1/4. സോ ഇങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ കോഎഫിഷ്യൻസ് കാണുന്നത്. സോ നമുക്ക് വെറുതെ വേണമെങ്കിൽ ആ ഫിൽട്ടർ സ്ട്രക്ചർ വെച്ചിട്ട് ആ കോഎഫിഷ്യൻസിന്റെ അതായത് നമ്മുടെ കോൺസ്റ്റന്റിന്റെ വാല്യൂ K1 K2 K3ന്റെ വാല്യൂസ് കൊടുക്കാം. ജസ്റ്റ് ഫിൽട്ടർ അതായത് ഈ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് K1 K2 K3 വരെയുള്ള വാല്യൂസ് മാത്രം കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് ഫിൽട്ടർ സ്ട്രക്ചർ വരയ്ക്കുന്നത്. ജസ്റ്റ് K1ന് പകരം ആ K1ന്റെ വാല്യൂ, K2ന് പകരം K2ന്റെ വാല്യൂ, K3ന് പകരം K3ന്റെ വാല്യൂ കൊടുത്തിട്ട് അവസാനം Fm-1 വയർ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് സിംപ്ലി വരയ്ക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൾസോ that's all about today's section. Thank you. Have a nice day.